നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. സജനാത്ത വീണ്ടും വന്നിട്ടുണ്ട്. എല്ലാ ദിവസവും വൈകിട്ടൊക്കെ ആകുമ്പോൾ സജനാത്ത ഇങ്ങനെ ഒരു കണ്ടന്റുമായി വരുന്നുണ്ട്. ഇപ്പം സ്വന്തം യൂട്യൂബ് ചാനലിൽ കുറേ ഒരു ആരോപണങ്ങളൊക്കെ കൊണ്ടുവന്ന് ഒരു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ഇന്നലെ അല്ലെങ്കിൽ കണ്ട അത് 2 ദിവസം മുമ്പ് കണ്ട ഇന്റർവ്യൂവിൽ കണ്ട സജിനയെ അല്ല നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതിൽ കരഞ്ഞു വിളിച്ച് റസൂൽ പൂക്കുറ്റി എൻ്റെ വാപ്പയാണ്, എൻ്റെ സഹോദരനാണ് എന്നൊക്കെ, ദൈവമാണ്, എല്ലാമാണെന്ന് പറഞ്ഞ കരഞ്ഞ് ഒരു പാവം പെൺകുട്ടിയുടെ റോളായിരുന്നു സജനയ്ക്ക് ആ ഇന്റർവ്യൂയിലെങ്കിൽ ഇവിടെ വാളെടുത്ത് വെട്ടി ഉറഞ്ഞു തുള്ളുന്ന ഒരു സ്ത്രീ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് എല്ലാവരെയും വെല്ലുവിളിച്ച് എൻ്റെ ഇഷ്ടം എന്നുള്ള രീതിയിൽ എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത്. അതിനോടൊപ്പം ഫിറോസ് ഖാനെതിരായിട്ട് ഭയങ്കരമായിട്ട് വലിയൊരു അലിഗേഷൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തോ ആവട്ടെ, സജന ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇത്രയും അതപ്പതിച്ചു പോകരുത് എന്നുള്ളതാണ്. താങ്കൾ പറയുന്നത് താങ്കൾ ജയിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, പക്ഷെ പറയുന്ന വാക്കുകൾ എന്താണെന്ന് നിങ്ങൾ ആദ്യം സ്വന്തം മകനെ വെച്ചാണ് താങ്കൾ ഇത് പറയുന്നത് എന്നൊരു ഓർമ്മ വേണം അതിനകത്ത് കേട്ടോ. അതെനിക്ക് ഭയങ്കര, ബാക്കിയൊക്കെ നമുക്ക് സഹിക്കാം, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംഭവമൊക്കെ സഹിക്കാം, പക്ഷെ ജയിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് സ്വന്തം മകനെ തന്നെ ഫിറോസ് ഖാൻ മിസ്യൂസ് ചെയ്യും എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, അത് ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് തന്നെ നിങ്ങളുടെ മനസ്സെന്താണ്, നിങ്ങൾ എത്രത്തോളം അതപ്പതിച്ചു പോയി എന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലാകുന്നു എന്നുള്ളത് എനിക്ക് വളരെ സങ്കടത്തോടുകൂടി ഞാൻ പറയട്ടെ. എല്ലാവർക്കും അത് മനസ്സിലാകുമെന്നുള്ളതാണ്. ദയവേത് നിങ്ങൾ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾ സെൽഫ് കോൾ കൊണ്ട് നിറയ്ക്കുകയാണ്, മൊത്തം സെൽഫ് കോളാണ്. ഇന്റർവ്യൂ കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അല്ല അവിടെ ചെന്ന് മെഴുകിയിട്ട് ഗർഭമുണ്ടാക്കിയവൻ എൻ്റെ വാപ്പയെ പോലെയാണെന്ന് പറയാനുള്ള ബുദ്ധി പോലും, പറയാതിരിക്കാനുള്ള ബുദ്ധി പോലും നിങ്ങൾക്ക് ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ട്രോളിന്റെ ഒരു കേന്ദ്ര കഥാപാത്രമായി മാറിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കേൾക്കാം, എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് കേൾക്കാം. ഓക്കെ. അപ്പം എൻ്റെ മോളെ, നിനക്ക് മാത്രമല്ല ഫിറോസ് ഖാനും പിന്നെ എന്നെക്കൊണ്ട് നശിപ്പിക്കാൻ വേണ്ടി പോയ ഒരു ദുബായിൽ ഒരുത്തിയുണ്ട്. ഞാൻ ആ വീഡിയോക്കകത്ത് പ്രത്യേകം എന്തോ ഭാഗ്യത്തിന് ആ സാധനം പറഞ്ഞിട്ടുമുണ്ട്. അത് കണ്ടിട്ട് ട്രിഗർ ചെയ്തിട്ട് അടുത്തൊരു വോയിസ് റെക്കോർഡ് വന്നിട്ടുണ്ട്, റോഷ്നി എന്ന് പറഞ്ഞിട്ട്, ദുബായിലെ ഏറ്റവും നമ്പർ 1, എനിക്കത് പറയാൻ താല്പര്യമില്ല, അങ്ങനത്തെ ഒരുത്തി. പിമ്പ് എന്നാണോ, നമ്പർ 1 പിമ്പ് എന്നാണോ, അതോ അങ്ങനെ എന്തെങ്കിലും ആണോ? അതായത് ഇന്നലെ ഒരു വോയിസ് വന്നല്ലോ, ഇവളെ അവിടെ കൊണ്ടുപോയി എന്തൊരു വിൽക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് സജിന ആരോപിക്കുന്ന ഒരു സ്ത്രീയുടെ, അവരെ കുറിച്ചാണ് പറയുന്നത്. മനസ്സിലായോ? നിങ്ങൾക്ക് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഇപ്പം അവളെ വോയിസ് മാത്രമേ കേട്ടിട്ടുള്ളൂ, ഇനി അവളുടെ ഫോട്ടോയും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതും കൂടെ ഞാൻ ഇതിനകത്ത് എഡിറ്റ് ചെയ്ത് കേട്ടാം, കാരണം ഫോട്ടോ എൻ്റെ കയ്യിലില്ല, കാണിച്ചു തരാം ഞാനത്. അവളാണ് റോഷ്നി. കാരണം എന്തായാലും ഞാൻ ഇത്രയൊന്നും അറിയില്ലേ. അപ്പം എന്നെയൊന്ന് ഭയങ്കരമായിട്ട് റോഷ്നി, നീ എന്നെ നശിപ്പിക്കാൻ നോക്കിയ നിന്നെ ഞാൻ വെറുതെ വിട്ടതാ, പോട്ടെ ജീവിക്ക്. ഇതാണ് സാധനം. ഈ പറയുന്ന റോഷ്നി ഇവളാണ് കൊണ്ടുപോയി വിൽക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് ഈ സജന മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞത്. അതിനുശേഷമാണ് ആ സ്ത്രീയുടെ ഓഡിയോ പുറത്തു വന്നത്. ഈ പറയുന്ന ആർക്ക്, സജിനയ്ക്ക് MDMA ഇല്ലാതെ നിൽക്കാൻ പറ്റത്തില്ല, ഒന്ന് കുലുക്കി കഴിഞ്ഞാൽ 100 കിലോ കണക്കിന് MDMA പുറത്തു ചാടുമെന്നാണ് റോഷ്നി പറഞ്ഞത് എന്നുള്ളതാണ്. ഇവിടെ MDMA ഒരു വിഷയം വരുന്നുണ്ട്. ഞാനിപ്പോൾ തെളിവില്ലാത്തടത്തോളം കാലം ഈ പറയുന്ന ദിയാസനയെ കുറിച്ചുള്ള പിന്നീട് ആക്ഷേപം, അല്ലെങ്കിൽ ഇവർക്ക് അതായത് സജനയ്ക്കെതിരായിട്ട് വന്ന ഒരു സംഭവമുണ്ട്, ഇവരെല്ലാവരും പറയുന്നത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. 2 ഭാഗത്തും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇത് ജയിക്കാൻ വേണ്ടി പറയുന്ന പറയച്ചിലാണ്. ഇവർ ഇന്നലെ ജയിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഈ നമ്മുടെ ദിയാസന MDMA അടിക്കുമെന്ന് പറഞ്ഞു. അവർ തിരിച്ച് ഇവർക്കിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടി ഗൾഫിൽ നിന്ന് അവരെ കൊണ്ടുവരിക വോയിസ് ഇറക്കിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന്റെയൊക്കെ തെളിവില്ലാതെ നമുക്ക് ആരെയും ഈ ഒരു വിഷയത്തിൽ കുറ്റപ്പെടുത്താൻ പറ്റില്ല എന്നത്, കാരണം ഇത് ചെറിയ വിഷയമല്ല എന്ന് പറഞ്ഞ് വെറുതെ വിട്ടവളെ നീയായിട്ട് ചൊറിഞ്ഞ് മേടിക്കരുത്. പിന്നെ ഫിറോസ് ഖാനിന് ഓഫ്കോഴ്സ് അവരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് ഇനി എനിക്കറിയത്തില്ല, കാരണം ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളുമായിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഫിറോസ് ഖാൻ ഇത്രയും സപ്പോർട്ട് ചെയ്ത് അവൾ വന്നിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു ലേഡി ആയതുകൊണ്ട് അവർ തമ്മിൽ എന്തെങ്കിലും ബന്ധം കാണും. അതൊന്നും നമ്മൾ പറയുന്നില്ലേ? അത് നമ്മൾ പറയുന്നില്ല, കാരണം നമുക്ക് ലോകത്തുള്ള എല്ലാവരുമായിട്ട് ബന്ധമുണ്ടെന്നാണ് നിങ്ങളുടെ ഭർത്താവ് പറയുന്നത്. നിങ്ങളുടെ നിലവിൽ എന്തെങ്കിലും ഡിവോഴ്സ് ആയിട്ടില്ലല്ലോ. താങ്കൾക്ക് ഒരു ഈ പറയുന്ന എവിടെയെങ്കിലും ഒരു ഷോർട്ട് ഫിലിമിൽ പോയി അതിന്റെ സംവിധായകനുമായിട്ടും പ്രൊഡ്യൂസറുമായിട്ടും താങ്കൾക്ക് അഭിഹിതമുണ്ട് വിത്ത് പ്രൂഫ് എന്നാണ് അവർ പറയുന്നത്. താങ്കൾ പറയുന്നത് 11 അങ്ങനെയാണെന്ന്. അപ്പോൾ മറ്റേ പെൺകുട്ടി മറ്റതാണ്, അതുകൊണ്ട് ഫിറോസുമായിട്ട് ആ ഒരു അഭിഹിതമുണ്ട് എന്നാണ്
ഇവിടെ സജനത്തെ അടിച്ച് പറയുന്നത്. ഓക്കെ, ഞാൻ ആ തന്തയും മക്കളെയും പിരിപ്പിക്കാതെ നോക്കിയതാ. അത് തന്നോടുള്ള ബഹുമാനമല്ല, എൻ്റെ കുഞ്ഞിന് കിട്ടട്ടെ, അവന് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ആ ഇഷ്ടം ഞാനൊരു തള്ള വിചാരിച്ചാൽ ഇല്ലാതാക്കാൻ പറ്റും. ഒരു തള്ള വേണ്ട, പോവേണ്ട, അങ്ങനെ ഇങ്ങനെയാണ്, വൃത്തിയേട്ടവനാണെന്ന് പറഞ്ഞു കൊടുത്താൽ തീർച്ചയായിട്ടും ആ കുഞ്ഞുങ്ങൾ വെറുക്കപ്പെടും. പക്ഷെ ആ കുഞ്ഞിന് ഇപ്പോഴും തന്നോടൊരു ഇഷ്ടം തോന്നിക്കാൻ കാരണം ഞാൻ ഒരൊറ്റ എൻ്റെ അവിതാര്യമാണ്. എൻ്റെ അവതാര്യമല്ല, ഔദാര്യം. അവിതാര്യമല്ല, ഔദാര്യം. ഇവിടെ തന്നെ പറയുന്ന ഒരു പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്യണം. ഞാൻ നിങ്ങളെ തമ്മിൽ എന്താണ് പിണക്കാത്തതാണ്. അതായത് എൻ്റെ മകന് നിങ്ങളോട് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ പിണക്കാത്തതാണ്. ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ നീ ഒരു മോശക്കാരനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വെറുത്തോളും. ഇത് ഒന്ന് തുറന്നു പറയുക. എന്നിട്ടാണ് പറയുന്നത്. ഇവിടെ തന്നെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് ചെയ്യാൻ കഴിയും. നിങ്ങളിപ്പോൾ അത് തന്നെയാണ് ചെയ്യുന്നത്. കാരണം സ്വന്തം മകനെ ഫിറോസ് ഖാന്റെ കൂടെ വിട്ട് കഴിഞ്ഞാൽ അവൻ ലൈംഗികമായി ചൂഷണം ചെയ്യുമെന്നാണ് താങ്കൾ പറയുന്നത്. എന്ത് വലിയൊരു ഗുരുതരമായ ഒരു ആരോപണമാണ്. ഒരു അമ്മ ജയിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഇതെല്ലാം പൂക്കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. അവിടെ ഒരു കുടുംബം തകരുന്നുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ പറയുന്നത് ഭയങ്കര വലിയൊരു തെറ്റാണ്. നിങ്ങൾ ഇപ്പൊ വേറെ എന്ത് രീതി, അവൻ പെണ്ണുപിടിയാണെന്നോ മറ്റാരെങ്കിലും കൊണ്ട് പീഡിപ്പിക്കും അതൊക്കെ പറഞ്ഞു. പക്ഷെ ഇത് ഭയങ്കരമായിട്ട് കടന്നുപോയെന്ന എൻ്റെ അഭിപ്രായം. എൻ്റെ ഭിക്ഷയാണോ അത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ മോനെ തനിക്ക് തരുന്നത് ഇനി തരുത്തില്ലടോ. കാരണം കുറച്ച് അലിഗേഷനും കൂടെ ഞാൻ തന്നെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പേടിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ താൻ ഒരു ആണും പെണ്ണും കെട്ടവനാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. സ്വന്തം മോളുടെ പ്രായമുള്ള ഒരു കുഞ്ഞിനെ നിനക്ക് പീഡിപ്പിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ മോനെ താൻ യൂസ് ചെയ്യും. അതുകൊണ്ട് എനിക്ക് പേടിയാണ്. താൻ ലീഗലി പോടോ. ലീഗലി പോയിട്ട് ഞാൻ ലീഗലായിട്ട് മൂവ് ചെയ്യാം. തൻ്റെ കുഞ്ഞിനെ കാണണമെന്നുണ്ടെങ്കിൽ ലീഗലായിട്ട് പോകാം. ഇത്രയും നാൾ ഞാൻ തന്നെ വേണ്ടിയിട്ട് ആ കുഞ്ഞിനെ മറച്ചു വെച്ചിട്ടില്ലല്ലോ. 2500 രൂപ ചിലവിനും തന്നിട്ട് ഒരു വർഷം കൊണ്ട് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മേടിച്ചാൽ എൻ്റെ ഉമ്മയുടെ ഫോണിൽ 2500 രൂപ ചിലവിനും തന്നിട്ട് ഞാൻ ഇവിടെയാണ്. അതായത് അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച സ്ഥിതിക്ക് നീ നിന്റെ മകനെയും യൂസ് ചെയ്യുന്നതാണ് എന്നുള്ളതാണ്. ഭയങ്കര മോശം കേട്ടോ സജന. അപ്പം ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ, താങ്കളുടെ വാപ്പയാണ്, അതായത് വാപ്പയുടെ പ്രായമുള്ള ഒരാളുമായിട്ട് താങ്കൾ ലൈംഗികതയിൽ ഏർപ്പെട്ടു, താങ്കൾ ഗർഭിണിയായി, അങ്ങനെ സ്ഥിതിക്ക് താങ്കൾ എല്ലാ ഈ വാപ്പന്മാരെയും പോയി ഇതുപോലെ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾക്ക് ഇതാണ് പണി. വാപ്പ കൊച്ചെന്നില്ല, വലുതെന്നില്ല, കിളവനെന്നില്ല, ഒന്നുമില്ല, അവരെയും പോയി ഇതാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ മറ്റേതോ പെൺകുട്ടിയെ വെച്ച് നിങ്ങൾ പറഞ്ഞു ശരി ഓക്കെ, അതിന് തെളിവുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തു വിടല്ല, വാത്താളടിച്ചിരുന്നും കല്ല, തെളിവുണ്ടെങ്കിൽ പുറത്തു വിടുക എന്നുള്ളതാണ്. മനസ്സിലായോ? എന്നിട്ട് ഇവിടെ സ്വന്തം ഇത് രക്ഷപ്പെടാൻ വേണ്ടി, അതായത് ഞാൻ ഇതിന് മുമ്പേ ഇന്നാള് കഴിഞ്ഞ വട്ടം ഒരു ഫിറോസ് ഖാൻ പുറത്തുവിട്ടതിൽ ഒരു സംഭവം ഉണ്ട്. ഫിറോസ് ഖാൻ തന്നെ അതിനകത്ത് പറയുന്നുണ്ട്, സ്വന്തം മകളെ ചേർത്ത് വെച്ച് പറഞ്ഞ് ഞാൻ അവനെതിരെ കേസ് കൊടുക്കുമെന്ന് താങ്കൾ പറഞ്ഞു. അതിന്റെ ഓഡിയോ റെക്കോർഡ് ദിയാസ് അനേരിയും മറ്റേ ആൻമേരി എന്ന് പറയുന്ന അവരുടെ ദൈവം ഉണ്ട് എന്ന് ഫിറോസ് ഖാൻ പറഞ്ഞു. അപ്പൊ അവരത് പറഞ്ഞത് സത്യമായി വരികയാണ് എന്നുള്ളതാണ്. അതുമല്ല, താങ്കൾ പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന റസൂൽ പൂക്കുട്ടിയുടെ ഭാര്യ മരിക്കണം, അവർ ചത്താലേ എനിക്ക് അതിലോട്ട് കയറാൻ പറ്റത്തുള്ളൂ എന്നും താങ്കൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വോയിസ് അവരയിലുണ്ട്. ഇനി അവരെന്നാണത് പുറത്തു വരുമ്പോൾ താങ്കൾ വീണ്ടും എയറിലാണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ വളരെ മോശമെന്ന് എനിക്ക് പറയാനുള്ളൂ. എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ഞാൻ പോവാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്റ്റേഷനിലാണോ അതിൻ്റെ ലീഗൽ വശം എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ എന്തായാലും ലീഗൽ വശമായിട്ട് തന്നെ ഞാൻ എന്നെ ടെസ്റ്റ് ചെയ്യും. ഞാൻ അവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യും. അതുപോലെ അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ദിയാസന നീ വന്ന് ടെസ്റ്റ് ചെയ്യടി. അതേപോലെ തന്നെ റോഷ്നി നീയും വന്ന് ടെസ്റ്റ് ചെയ്യണം. നിന്റെ ഫോട്ടോയും വെളിയിലായിട്ടുണ്ടല്ലോ, നീയും വന്ന് ടെസ്റ്റ് ചെയ്യണം. ഫിറോസ് ഖാനെ എനിക്കറിയത്തില്ല ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, പക്ഷെ താനും വന്ന് ചെയ്യണം. ഓക്കെ, ഇതൊരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ചലഞ്ചാണ്, ഒരു വെല്ലുവിളിയാണ്. മനസ്സിലായോ? ഞാൻ ടെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾക്ക് ചുണയുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് ടെസ്റ്റ് ചെയ്യൂ എന്നുള്ളതാണ്. ഈ ചലഞ്ച് നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ 3 പേര് എല്ലാവരും, നിങ്ങളുടെ കൂട്ടത്തുള്ള എല്ലാവരും ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തും. നിങ്ങൾ ആരും ഈ പറയുന്ന എന്താണ് മഴക്കുമരുന്നിന് അടിമയല്ല എന്നുള്ളത്. അതായത് ഇവിടെ സജന വെല്ലുവിളിക്കുകയാണ്, ഞാൻ ടെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്, നിങ്ങൾക്ക് ആ ധൈര്യം ഉണ്ടോ എന്നുള്ളതാണ്. ഇതൊരു ഓപ്പൺ ആയിട്ടുള്ള ചലഞ്ച് തന്നെയാണ്. ഓക്കെ, ബാക്കി മക്കൾക്ക് പോലും സേഫ്റ്റി ഇല്ലാത്ത കാലം പോലെ ആക്കി വേണോ ഇതുപോലെ? അപ്പം നിങ്ങൾ പ്രതികരിക്കേ. ഈ ചെറിയ ഈ പറഞ്ഞ കണക്ക് അവനോടെ പോയി, ഇവരോടെ പോയി, ഇങ്ങനെ പോയി, അതല്ല. ആദ്യം ഈ ലോകത്തിനെ നന്നാക്കാനുള്ള ഡ്രഗ്സ്, ഇങ്ങനത്തുള്ള സാധനങ്ങളും, പിന്നെ അതേപോലെ തന്നെ പീഡനം, പ്രായപൂർത്തിയാവാത്ത കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നതും, ഇത് ലോകത്തിനോട് കൊണ്ടുപോകാൻ നിങ്ങൾ. ഇനി നിങ്ങൾ എന്നെ അടുത്ത എന്തെങ്കിലും പറഞ്ഞ് എന്നെ കൊല്ലയും. ഇപ്പം ഞാനും രേണുസുതിയെ പോലെ തന്നെ എനിക്ക് ഈ കമന്റ് കേട്ടപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര വിഷമവും ഡിപ്രഷനും ഉറക്കമില്ല. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കിടന്ന് കരച്ചിലും ബഹളവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു.
പക്ഷെ ഇപ്പം ഞാൻ സ്ട്രോങ് ആയി. ഞാൻ ജീവിക്കൂടി. എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ജീവിക്കും. ഇനി ഏതവളമാരെ എന്നെക്കുറിച്ച് എന്ത് പിഴച്ച് മറന്നോ മറിച്ച് നടന്നോ എന്ന് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല. എന്നെ അറിയാവുന്നവർക്ക് എന്നെ അറിയാം. ഇതിൻ്റെ അവസാനത്തെ വീഡിയോ ഞാൻ പറയത്തില്ല, കാരണം എനിക്ക് ജീവിക്കണം. എൻ്റെ സോഷ്യൽ മീഡിയയിൽ എനിക്ക് പല വീഡിയോയിലും കൊളാപ്സും കാര്യങ്ങളും ഒക്കെ ഇടണം. ഞാൻ ഇതുപോലെ പിഴച്ചൊന്നും ഉണ്ടാക്കിയതല്ല. ഓക്കെ, ഞാനിത് പിഴച്ചെന്ന് ഉണ്ടാക്കിയതാണ്. നീയൊക്കെ എന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല, എനിക്ക് ജീവിക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. അതുമല്ല, മറ്റൊരു കേസ് പറയുന്നുണ്ട്, വല്ലവൻ്റെ പോയത് കേസ് അന്വേഷിക്കാനാണ്. അതിനെക്കാട്ടി വളരെ രൂക്ഷമായ ഒരു സംഭവമാണ് MDMA കാര്യങ്ങളും എന്ന് പറയുന്നത്. അതായത് ഈ കൊച്ചുകുട്ടികളെ പീഡിപ്പിക്കുന്ന ആ സംഭവം പറഞ്ഞു. അത് സത്യം തന്നെയാണ്. അതിനെക്കാട്ടി ചെറുതല്ല വലുത്. പിന്നെ വല്ലവന്മാരും കൂടെ പോയ കേസ് നമ്മൾ പോയി ചെകഞ്ഞെടുത്ത് അന്വേഷിച്ചതല്ല. താങ്കളുടെ അക്കൗണ്ടിൽ താങ്കൾ ഒരു അന്യ പുരുഷനുമായി, മറ്റൊരു കുടുംബത്തിലെ അച്ഛനും പിന്നീട് ഭർത്താവുമായി, ഒരു ഭാര്യയുടെ ഭർത്താവുമായിട്ട് അവിഹിതമുണ്ടായി. 2 മാസം ഗർഭിണി, 3 മാസം ഗർഭിണി എന്ന് ഇട്ടത് താങ്കൾ തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായിട്ട് കൊണ്ടിടുമ്പോൾ എന്തായാലും അഭിപ്രായം പറയുമെന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ അവിഹിതം പോകുമ്പോൾ ഒരു കുടുംബം മാത്രമേ തകരുന്നുള്ളൂ എന്നുള്ള സത്യവും, പിന്നെ ഈ പറയുന്ന MDMA പോലുള്ള സാധനങ്ങളെ ഒരു സമൂഹം മൊത്തം അത് അനുഭവിക്കേണ്ടി വരും എന്നുള്ളതും സത്യം തന്നെയാണ്. പിഴച്ചൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഞാൻ നിന്നിട്ടില്ല. എനിക്ക് സമ്പാദിച്ച് എൻ്റെ മക്കളെ നോക്കണം, അതുകൊണ്ട് ഞാൻ വരും. അതുകൊണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഈ ഫിറോസ് ഖാന് ഈ മോനെ ഇത്രയും പറയുന്നുണ്ടല്ലോ, എടാ നാണമാനമില്ലാത്തവനെ, നിനക്ക് ഈ കുഞ്ഞിനെ നീ വല്ലപ്പോഴും ആഴ്ചയിലൊക്കെ വിളിച്ചോണ്ട് പോകായിരുന്നു. ഈ വീഡിയോ ഇടുന്നതിന് തൊട്ട് മുന്നേ നീ ആദ്യം ആ കുഞ്ഞിനെ വിളിച്ചോണ്ട് പോയിട്ട് ഈ വീഡിയോ ഇടാൻ ഞാൻ തരുന്നടാ. നിനക്ക് ഈ കുഞ്ഞിനോട് ഭയങ്കര സ്നേഹമാണെന്ന് പറയുന്നുണ്ടല്ലോ. എടാ, ഞാൻ എന്തെങ്കിലും ഒരു ബുദ്ധിമോശം ചെയ്തു പോന്നു. ഈ പെട്ടെന്നുള്ള അറ്റാക്കിൽ നമുക്ക് ആർക്കും താങ്ങാൻ പറ്റത്തില്ല. അതിൽ കുറച്ച് നമ്മളെ വീട്ടുകാരും കുറച്ച് ആൾക്കാരും എന്നെ സ്ട്രോങ് ആയിട്ട് നിർത്തിയുണ്ട്. ഒരു പക്ഷെ ഞാൻ ഒറ്റപ്പെട്ടു പോയായിരുന്നു, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വിഷം കൊടുത്ത് ഞാൻ ചത്തുപോയനെ. ആ നിമിഷം എൻ്റെ ബുദ്ധി തോന്നി ഈ കുഞ്ഞുങ്ങൾക്കും എന്തെങ്കിലും കൊടുത്ത് ഞാനങ്ങ് ചാവാന്ന് വിചാരിച്ചായിരുന്നെങ്കിലോ, അപ്പം നിൻ്റെ ഈ കുഞ്ഞ് ചാവത്തില്ലായിരുന്നോടാ. നീ ഭയങ്കര സംഭവമായിട്ട് പറയുന്നല്ലോ, ഒന്നാണം മാനമില്ലാത്തവനെ. എടാ, കുഞ്ഞിനെ വെച്ച് ഭയങ്കര വിഷമത്തോടെ ഭയങ്കര വന്ന് കരച്ചിൽ പറയുന്നല്ലോ. എടാ നീയൊക്കെ ആരാണെന്ന്, നീയും ദിയൊക്കെ ഭയങ്കര ഭാവത്തിനെ പോലെ, നീ ഇതൊന്നും അല്ലെന്നുള്ളത് നാട്ടുകാർക്ക് ചിന്തിക്കുന്നവർക്കറിയാം, ബുദ്ധിയുള്ളവർക്ക് അറിയാം. ഓക്കെ, ഇതും വളരെ ഇതിനകത്ത് കേൾക്കണം. അതായത് ഇവിടെയൊക്കെ ഭീഷണിയാണ്. അതായത് ഞാൻ ആത്മഹത്യ ചെയ്തിരുന്നുവെങ്കിൽ, 2 കുട്ടികളെയും കൊന്നിരുന്നുവെങ്കിൽ, വിഷം കൊടുത്ത് നിന്റെ കൊച്ചിന് മോനെ നിനക്ക് കാണാൻ പറ്റുമോ, ഇല്ലാതാവുമായിരുന്നില്ലേ, നിനക്ക് ഭയങ്കര സ്നേഹമായിട്ട് പറഞ്ഞു, എന്തുകൊണ്ട് വിളിച്ചുകൊണ്ട് പോയില്ല, 2500 ഉലുവയല്ലേ നീ മാസം കൊടുക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ, നിന്റെ കൊച്ചു എന്ന് പറയുമ്പോൾ സജന മറന്നു പോണത് അവൻ്റെ മാത്രമല്ല, താങ്കളെയും കൂടി കൊച്ചാണ്. താങ്കളുടെ സംസാരത്തിൽ നിന്ന് കേൾക്കുന്നത് എന്തോ ഒരു ലവന്റെ എന്തോ ഒരു ചോര എന്തോ ഒരു വെറുപ്പ് പോലെയാണ് പറയുന്നത്. ആ പുള്ളി അങ്ങനെ പറയുമെങ്കിലും താങ്കളുടെ കൂടി മകനാണ് എന്നുള്ള ചിന്ത താങ്കൾക്ക് മറന്നു പോകുന്നു എന്നുള്ളത്. പിന്നെ ഫിറോസ് ഖാനടുത്ത് ഈ കുട്ടിയൊക്കെ പോറ്റാൻ വേണ്ടി 2500 രൂപ മാസം കൊടുക്കുന്നത് സത്യമാണെങ്കിൽ അത് ഇത്തിരി മോശമാണ്. 2500 സ്നാക്സ് പോലും വാങ്ങാൻ പറ്റത്തില്ല ഒരു മാസം. ഈ നെഗറ്റീവ് പറയുന്ന നെഗറ്റീവോളികൾ അവരുടെ ഞാൻ പറയുന്നത്, നിങ്ങൾ ആരും അല്ല എനിക്ക് ചെലവിന് ഇരുന്നത്, നിങ്ങൾ ആരെയും മറ്റേ അല്ല ഞാൻ ജീവിക്കുന്നത്. ഞാൻ അന്തസ്സായിട്ട് സമ്പാദിച്ച് നല്ല രീതിയിൽ തന്നെ ജീവിക്കുന്നത്. പിന്നെ ഏതെങ്കിലും ഒരാൾ ഇഷ്ടപ്പെടാതിരിക്കും, അത് എൻ്റെ ഇഷ്ടമാടാ. മനസ്സിലായ? നെഗറ്റീവ് പറഞ്ഞവരെ മൂഞ്ചിയല്ല ഞാൻ ജീവിക്കുന്നത്. എനിക്ക് മൂഞ്ചാൻ വേറെ ആളുണ്ട്, അവരെ മൂഞ്ചിയാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ വല്ലവരെ ഇഷ്ടപ്പെടുക, വല്ലവന്റെയും ഭാര്യയുടെ ഭർത്താവിനെ വളച്ചെടുക്കുകയോ ഗർഭം വരുത്തിക്കുകയോ, അതൊക്കെ നീയൊക്കെ ആരുടെന്നാ ചോദിക്കുന്നത്? സോഷ്യൽ മീഡിയ കൊണ്ടിട്ട് ഉറപ്പായിട്ട് ചോദിക്കും. പബ്ലിക് എന്ന് പറയുമ്പോൾ അവരഭിപ്രായം പറയുമെന്നുള്ളതാണ്. നിങ്ങൾ പേഴ്സണലായിട്ട് പ്രൈവറ്റായിട്ട് വയ്ക്കുന്ന സാധനങ്ങളിൽ കയറി, നിങ്ങളുടെ സ്വകാര്യതയിൽ കയറി ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത് അഭിപ്രായം പറഞ്ഞു നിങ്ങൾക്ക് ഇത് പറയാം. പക്ഷെ നിങ്ങളിത് പബ്ലിക്കിനെ അറിയിക്കാൻ വേണ്ടി ഇടുമ്പോൾ പബ്ലിക് ഇങ്ങനെ ഓ ശരി, എന്ത് കള്ളം പറഞ്ഞാൽ ഓ ശരി എന്ന് നോക്കിയിരിക്കത്തില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ മൂഞ്ചിയല്ല ഞാൻ ജീവിക്കുന്നത്. അതായത് നെഗറ്റീവ് ഒളികളെ മൂഞ്ചിയല്ല ഞാൻ ജീവിക്കുന്നത്, എനിക്ക് മൂഞ്ചാൻ വേറെ ആളുണ്ട് എന്നുള്ളതാണ്. ഇനിയൊക്കെ നീ എന്നെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഞാൻ അത് ആസ്വദിക്കാം. എന്തായാലും ഞാൻ കുറച്ചും കൂടെ ഫേമസ് ആയി, അറിയാത്തവരും കൂടെ എന്നെ അറിഞ്ഞിട്ടുണ്ട്. എനിക്കും പറഞ്ഞ കണക്ക് ഇനിയിപ്പോൾ ഈ സാധനമൊക്കെ എനിക്കിട്ട് കുറച്ച് അങ്ങനെയെങ്കിലും ഞാൻ പൈസ ഉണ്ടാക്കിയോട്ടെ. അല്ലാതെ ഇനി പറഞ്ഞ കണക്ക് പിഴച്ചു വല്ല MDMA വിറ്റോ അല്ലെങ്കിൽ കൊച്ചുങ്ങളെ കൊണ്ട് കൂട്ടി കൊടുത്തോ അല്ലെങ്കിൽ പിഴച്ചോ ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് അപ്പം നിങ്ങളെല്ലാവരും കാണുക, കമൻറ്റ് ഇടുക, സപ്പോർട്ട് ചെയ്യുക. എന്തുണ്ടെങ്കിലും നെഗറ്റീവ് കമൻറ്റ്, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്, ഞാൻ ആസ്വദിക്കും. ഓക്കെ, ഒരു കാര്യം കൂടെ, ഞാൻ 3 കോടി മേടിച്ച് സെറ്റിലായെന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ആ 3 കോടി മേടിച്ചതിൻ്റെ തെളിവ് കൊണ്ടുവരുന്നവർക്ക് 2 കോടി ഞാനും കൊടുക്കും. ഉറപ്പാണ്. എൻ്റെ മക്കൾ സത്യം ഞാൻ ചലഞ്ച് ചെയ്യുന്നതും 2 കോടി ഞാൻ അവർക്കും കൊടുക്കും. ഞാൻ പബ്ലിക്കായിട്ടാണ് പറയുന്നത്. എൻ്റെ അക്കൗണ്ടിൽ എൻ്റെ ഏതെങ്കിലും രീതിയിൽ എനിക്ക് 3 കോടി എൻ്റെ അക്കൗണ്ടിൽ കിട്ടി, ഞാൻ അതിൽ സൂഹിക്കാന്നല്ലേ പറഞ്ഞു. 3 10 കോടി, അതിനകത്ത് 2 കോടി ഈ തെളിവ് കൊണ്ടുവന്നവന്മാർക്ക് ഞാൻ 2 കോടി അങ്ങ് തരാം.
പോരെ? വീണ്ടും സെൽഫ് കോൾ ആണ് താങ്കൾ ഇവിടെ അടിച്ചിരിക്കുന്നത് എന്നുള്ളത്. ഇവിടെ ആരാണ് പറഞ്ഞത് താങ്കൾ 3 കോടി വാങ്ങിച്ചു എന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന റസൂൽ പൂക്കുറ്റി താങ്കൾക്ക് 3 കോടി ഇട്ട് തന്നു എന്നോ ആരും പറഞ്ഞത്. ഇട്ട് തന്നിരുന്നെങ്കിൽ ഈ ഒരു കോലാഹലങ്ങൾ ഒന്നും ഉണ്ടാവില്ലായിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. താങ്കളുടെ വോയിസിനെ നമ്മൾ കേട്ടതാണ് 3 കോടി 3 CR കൊണ്ട് വെക്കുകയാണെങ്കിൽ ഞാൻ ഇത് ഇവിടെ നിർത്താം എന്ന് താങ്കളുടെ തന്നെ വോയിസ് പുറത്തു വന്നിട്ടുണ്ട്. അതിനർത്ഥം താങ്കൾ അയാളെ ഹണി ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭീഷണിപ്പെടുത്തി. ആ പൈസ കിട്ടാത്തതുകൊണ്ടാണ് ഇപ്പോഴും ഈ കിടന്ന് ഓടുന്നത്. ഇപ്പോഴും ആ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് താങ്കൾ ഈ കളികളൊക്കെ കളിക്കുന്നത് എന്നുള്ളതാണ് സത്യം. മനസ്സിലായോ? 3 കോടി കിട്ടിയെന്നല്ല, 3 കോടി താങ്കൾ ആവശ്യപ്പെട്ടു, കിട്ടിയില്ല താങ്കൾക്ക്. അതുകൊണ്ടാണ് താങ്കൾ ഈ വീണ്ടും ഗർഭമാണ്, മറ്റതാണ്, മറിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇടുന്നത് എന്നുള്ളതാണ്. പിന്നെ വല്ലവന്റെയും ഹണി ട്രാപ്പ് ചെയ്ത പൈസ വാങ്ങാൻ വേണ്ടിയിട്ടല്ലേ മറ്റുള്ളവരേക്കുന്നത്. താങ്കൾ ധൈര്യമായിട്ട് പറയുന്നത് എന്റെ അക്കൗണ്ടിൽ 3 കോടി വന്നിട്ടില്ലേ, ഭ്രാന്തല്ലേ നിനക്ക് അക്കൗണ്ടിൽ കൊണ്ടിട്ട് തരാൻ വേണ്ടിയിട്ട്. അതാ പക്ഷേ ഒരു കാർ വാങ്ങിച്ചെന്ന് പറയുന്നത് അത് സത്യം തന്നെ. അപ്പോൾ ഇവിടെയും സെൽഫ് ഗോൾ ആണ് എന്നുള്ളതാണ്. ഒരു ചെറിയൊരു പോർഷൻ കൂടി കേൾക്കാം. പെണ്ണുങ്ങളോടും താല്പര്യമുള്ള ആണ്. അപ്പം എനിക്ക് പേടിയുണ്ട് എൻ്റെ മകനെയും കൂടെ കൊടുത്തുവിടാൻ. കാരണം 16 വയസ്സുകാരി ഒരു കുട്ടിയെ പീഡിപ്പിച്ചവൻ തീർച്ചയായിട്ടും ഈ അവൻ്റെ മോനെയും കൂടെ അവൻ അതുപോലെ മിസ്യൂസ് ചെയ്യുമെന്നുള്ളത് പേടിയുണ്ട്. അതുപോലത്തെ ഒരു കാര്യം കൂടെ ഞാൻ കേട്ടുകൊണ്ടാണ് ഇത് പറയുന്നത്. എനിക്കത് പേടിയുണ്ട്. ലീഗലി തന്നെ ഉള്ള മൂവിയാണ്, എനിക്കത് പേടിയുണ്ട് അയാൾ. അതുപോലെ തന്നെ സർ, മന്ത്രിയായ രമേശ് ചെന്നിത്തല സാറാണ് ഇപ്പം ഇങ്ങനെയുള്ള ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നതിൻ്റെ നിയമം സാറാണ് എടുത്തിരിക്കുന്നത്. സാറിൻ്റെ അടുത്ത് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്, പബ്ലിക്കിൽ വന്ന് ഇത്രയും ആൾക്കാർ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അലിഗേഷൻ പറഞ്ഞുകൊണ്ട് ഒരു MDMനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെക്കുറിച്ചും ഞാൻ തെളിവ് സഹിതം ഒരാളുടെ കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സർ. തീർച്ചയായിട്ടും എന്നെയും ദിയാസനെയും ഫിറോസ് ഖാനെയും ഈ പറഞ്ഞ റോഷ്നെയും ഞങ്ങൾ 4 പേരെയും സർ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്ത് ഞങ്ങൾ 4 പേരെയും ടെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ സാറിനോട് അപേക്ഷിക്കുകയാണ്. ഓക്കെ, ഇതാണ് വീണ്ടും ആ ഒരു വിഷയം എടുത്തിടുകയാണ്. അതായത് ഫിറോസ് ഖാൻ ആണും പെണ്ണും കെട്ടവനാണ്. അവർക്ക് രണ്ടുപേരോടും അവന് താല്പര്യമുണ്ട്. പല പ്രായപൂർത്തിയാക്കാത്ത പെണ്ണുങ്ങളെയും ഇതുപോലെ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സ്വന്തം മകനെയും യൂസ് ചെയ്യും. അതുകൊണ്ട് നീ ഇപ്പൊ കോടതി പോയി വാങ്ങിയിട്ട എന്നുള്ള വളരെ തരം താഴ്ന്ന രീതിയിലുള്ള ഒരു ആരോപണമാണ്. വളരെ തരം താഴ്ന്ന രീതിയിലുള്ള ആരോപണം. ഒരു തെളിവും ഇല്ലാതെ വെറുതെ സ്വന്തം മകനെ വെച്ച് വരെ താങ്കൾ ആരോപിക്കുമ്പോൾ ജയിക്കാൻ വേണ്ടിയിട്ടാണിത്. മനസ്സിലായോ? ആലോചിക്കണം താങ്കൾ ഏത് നിലവാരത്തിലേക്കാണ് പോകുന്നത്. താങ്കളുടെ നിലവാരം തകർന്ന് അങ്ങ് തരിപ്പണമായി പോവുകയാണ് എന്നുള്ളതാണ്. മനസ്സിലായോ? എനിക്കിത് കൂടുതലൊന്നും പറയാനില്ല. ഇത് കാണുമ്പോഴും ഇതിനകത്ത് പിന്നെ കുറെ സെൽഫ് ഗോളുകൾ വീണ്ടും വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം താങ്കൾ ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും, സ്വയം നാറിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ തെളിവ് വെച്ചിട്ട് താങ്കൾ എന്തെങ്കിലും കാര്യം ഈ പറയുന്ന പീഡനമോ കാര്യങ്ങളൊക്കെ തെളിവ് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഉറപ്പായിട്ടും ഈ റിയാക്ട് ചെയ്യുന്ന എല്ലാവരും ഉറപ്പായിട്ടും തിരിഞ്ഞു നിൽക്കും എന്നുള്ളതാണ്. അതിനൊരു മാറ്റമില്ല. തെളിവാണ് നമുക്കിവിടെ വേണ്ടത്. തെളിവ് വേണം. താങ്കൾ തന്നെ വന്ന് സമ്മതിക്കുന്നുണ്ട് പൂക്കുറ്റി എന്നെ ഗർഭിണിയാക്കി. അതിനെ സജിന ഒരു കാര്യം മനസ്സിലാക്കുക, അതിന് താങ്കൾക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല. അത് താങ്കൾക്ക് പറ്റിയൊരു അബദ്ധമാണ്, അല്ലെങ്കിൽ തെറ്റാണ്, വലിയൊരു തെറ്റാണ്. അതിനെ ഈ ഒരു അവിഹിതത്തിനെ അങ്ങോട്ട് ഈ പറയുന്ന എന്താണ് പിന്നെ മഹത്വവൽക്കരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. താങ്കൾക്ക് താങ്കളുടെ ബാപ്പയുടെ പ്രായമുള്ള മറ്റൊരു വ്യക്തിയുടെ ഭർത്താവുമായിട്ട് അവിഹിതമുണ്ടായി പല പ്രാവശ്യം താങ്കൾ അബോർട്ട് ചെയ്യുകയും ചെയ്തു. ഓക്കെ, അത് വലിയൊരു തെറ്റാണ്. സമൂഹം ഒരിക്കലും അതിനെ അംഗീകരിക്കത്തില്ല എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു വലിയ തെറ്റിനെ, ആ ഒരു അവിഹിതത്തെ ഒരിക്കലും മഹത്വവൽക്കരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. നിങ്ങൾ മാറി വെളുക്കുമെന്നുള്ളതാണ്. അങ്ങനെ മഹത്വവൽക്കരിക്കുമ്പോൾ താങ്കൾ പറയുന്ന സത്യങ്ങളോ അല്ലെങ്കിൽ താങ്കളുടെ ഭാഗത്തുള്ള ന്യായങ്ങളോ കാണാതെ പോകും. ഇത് ഫ്രണ്ടിൽ നിൽക്കും, മറ്റതൊക്കെ താഴെ പോകും. ഈ ഒരു തെറ്റ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിരിക്കും. ഒരു കമന്റ് നമുക്ക് കാണാം. ജയ് ഹിന്ദ്.